ഞാൻ ആരോഗ്യവകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്താണ്. ഭാര്യയും ആരോഗ്യവകുപ്പിലാണ്. രണ്ട് മക്കള് മോൻ 10ാം ക്ലാസ്സിൽ, മോള് 7ാം ക്ലാസ്. മോള് നമ്മുടെ ആശാർ ഭയങ്കര ഫാനാണ്. എന്നോട് പറഞ്ഞൊരു ഫോട്ടോ എടുത്തുകൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോബിനെ കൊണ്ട് ഒരു ഫോട്ടോ എടുപ്പിച്ചു. ജോജോന്റെ വീട്ടിൽ വരാറുണ്ട്. വളരെ അടുത്ത സുഹൃത്താണ്. മകളെ പാതിമലരേ നീ മനസ്സിലെന്നെ അറിയുന്നു, കനവും പോയ ദിനവും ചിരിയിൽ വീണ്ടും ഉണരുന്നു. ഈ കൊതുമ്പു കളിയോടം കാണാത്ത തീരമണയുന്നു. മകളെ പാതിമലരേ നീ മനസ്സിലെന്നെ അറിയുന്നു. കുഞ്ഞു താരമായി ദൂരെ വന്നു നീ മിന്നി നിന്നിരുന്നു മനെ. അന്നുറങ്ങാത്ത രാത്രിയിൽ നിന്റെ ഓർമ്മതൻ നോവറിഞ്ഞു ഞാൻ. തളിരു വീണ്ടും ഒരു തളിരു പാൽ നിലാവൊളി നുറുന്നു പോയി എന്നെ നീ അലസ മൃദുലമഴകേ. ആരിരാരിരാരിരോ ആരിരാരിരാരിരോ. മകളെ പാതിമലരേ മനസ്സിലെന്നെ അറിയുന്നു. ഇന്നിതാ എൻ്റെ കൈക്കുടന്മയിൽ പഴയ പൂനിലാതാരകം. ഒരു പളുങ്കു പൊൻചിരിയിലുള്ളിലെ മൺചെരാതിൻ്റെ നാളമായി കതിരിടുമ്പോഴും കാറ്റിലാടാതെ കാത്തിടും മനം കൺമണി. ഹൃദയമിവിടെ നിറയും ഇനിയുറങ്ങാരിരാരിരോ ആരിരാരിരാരിരോ ആരിരാരിരാരിരോ. സത്യം പറഞ്ഞാൽ ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും എനിക്കിങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ട്. പിന്നെ നമ്മള് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് മുട്ടിടി ഇല്ല കേട്ടോ. ഒരു റിട്ടയർമെന്റിനോ വല്ലോ 2 വാക്ക് പറയാൻ പറഞ്ഞാൽ ഞാൻ ആശംസ പറഞ്ഞിട്ട് വേഗം ഓടുന്ന ആളാണ്. പക്ഷെ ഇപ്പോ എനിക്ക് കുഴപ്പമില്ല. മണി പറഞ്ഞ ചോദിച്ചു ഒന്നും വേണ്ട, എനിക്ക് എന്താണോ മനസ്സിൽ വരുന്നത് അത് ഞാൻ പറയാം. എന്താ പറയാ, ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇതാ ഇങ്ങനെ ആട്ടിയിട്ട് ഇപ്പോഴും ഇങ്ങനെ ചടിക്കൊണ്ടത് അത്ര സന്തോഷം. ഷൈജുവിനറിയാം, ഷൈജു എന്നെ വിളിക്കുമ്പോൾ ഇത്ര നേരങ്ങൾ സംസാരിക്കുക. അപ്പോൾ മനസ്സിലായിട്ടുണ്ടോ പണ്ട് മിണ്ടാണ്ടിരുന്ന ആളെ എങ്ങനെ ഇത്ര വായാടിയായി. എനിക്ക് ജോലി കിട്ടിയോണ്ട് മാത്രമാണ്. എനിക്ക് ആദ്യം ജോലി കിട്ടിയത് ബാങ്കിലായിരുന്നു, ഒരു ടെമ്പററി ആയിരുന്നു. 2000 കിട്ടി. അതിന് ഫ്രണ്ട് ഓഫീസിൽ കൊണ്ടിട്ടു. മിണ്ടാതിരിക്കാൻ പറ്റുമോ? കൗണ്ടറിൽ വരുന്നവരോട് നമുക്ക് സംസാരിക്കാതെ പറ്റില്ല. 1 ഇയർ ഞാൻ ബാങ്കിൽ ജോലി ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ടെസ്റ്റ് എഴുതിയിരുന്ന ഒരു PSC, അത് വാട്ടർ അതോറിറ്റിയിലാണ്. ഞാൻ LDC ആയിട്ട് 2001 ജോയിൻ ചെയ്തു. എന്നെ അറിയുന്നവർക്കൊക്കെ എൻ്റെ പഴയ ഫിഗർ ഓർമ്മയുള്ളവർക്ക് അറിയാം. ഞാൻ വാട്ടർ അതോറിറ്റിയിലാണ്. സ്ഥലം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഷൊർണൂരാണ്. ട്രാൻസ്ഫർ, ഒരു പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ആയിരുന്നു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നത് ആലുവ അടുത്തിട്ട് ആലങ്ങാട് എന്ന് പറയും. ഹസ്ബൻഡ് പോലീസിലാണ്. ഇപ്പോൾ SI റാങ്കിലുണ്ട്. ആലുവ വില്ലേജ് ഫോഴ്സിലുണ്ട്. ഷൈജുവിനെ അറിയാം. ഷൈജു പേഴ്സണലി അവർ സംസാരിച്ചിട്ടുണ്ട് ഹസ്ബൻഡുമായിട്ട്. 2 കുട്ടികൾ. മോളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. PG പുറത്ത് ചെയ്യണം എന്നുള്ളതിൽ അതിനെ ഒരു
പ്രിപ്പറേഷനൊക്കെ നടക്കുന്നു. മോൻ +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് ചേരാൻ നിൽക്കുന്നു. പിന്നെ എൻ്റെ പൂർവ്വകാലഘട്ടത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു അനി ചിലപ്പോൾ അടുത്ത പാട്ട് ഏതാ പാടുന്നത് എനിക്ക് ഇത്ര ഇതായിട്ട് പറയാൻ പറ്റണ എന്താ എനിക്കറിയില്ല. നമ്മള് സന്തോഷം എനിക്ക് അടക്കാൻ പറ്റണില്ല. എന്താ പേര്? അനിൽകുമാർ എന്നാണ് ഫുൾ നെയിം. ആലുവയിലുണ്ട് കേട്ടോ, ആലുവ DSPസിലുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. പ്രൊഫഷൻ അതായതുകൊണ്ട് മിക്കവാറും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക 94 ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നാളൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. കാരണം എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ അങ്ങനെയാണ്. ഞാൻ 4 മക്കളിൽ മൂത്ത ആളാണ്. നിങ്ങൾ വിചാരിക്കുക അന്നൊക്കെ ഞാൻ ആരോടും കമ്പനി കൂടാൻ വരില്ല. നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അറിയാം. സാഹചര്യ കൃഷിയൊക്കെയാണ് അവർക്കറിയാം കാര്യങ്ങൾ. അപ്പം പഠിക്കാൻ മാത്രം ശ്രദ്ധിച്ചിരുന്നത് എനിക്ക് വേറെ മുന്നോട്ട് പോകണമെങ്കിൽ പഠിക്കാതെ ഒരു വഴിയിലായിരുന്നു. കുട്ടിയാണ്, അച്ഛന് കൂലിപ്പണിയാണ്. അപ്പൊ എനിക്ക് പഠിച്ചൊരു ജോലി, എന്റെ മണ്ടത്തരത്തിന് ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി എനിക്ക് ഉടനെ ജോലി കിട്ടുമെന്ന. അതൊക്കെ പഠിച്ചിറങ്ങിയപ്പോൾ മനസ്സിലായി ഉടനെ ഒന്നും ആരും ജോലി കൊണ്ടുതരില്ല. ഒരുപാട് ടെസ്റ്റുകൾ എഴുതി. അങ്ങനെ 97 എഴുതിയൊരു PSC ടെസ്റ്റിലാണ് എനിക്ക് ജോലി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 2001 ഞാൻ ജോലിക്ക് കയറി ഉടനെ പറഞ്ഞാൽ നീണ്ടുപോകും, എല്ലാവർക്കും സംസാരിക്കാനോ അതായത് അന്ന് വരെ നമ്മള് എന്താ പറയാ, അപ്പോഴത്തേക്ക് 27 നമ്മൾ അറിയാലോ, 27 വയസ്സായി, ജോലി കിട്ടി. അപ്പോഴും വീട്ടിലങ്ങനെ ഒരു കല്യാണം കഴിച്ചു വിടാനുള്ള ഒരു ഇതൊന്നും ഇല്ല. പിന്നെ നമുക്കറിയാലോ നമ്മുടെ മലയാളി കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചില്ല. എല്ലാവരും ചോദിക്കുക എന്താ കല്യാണാവത്തെ, എന്താ കല്യാണാവത്തെ. ഒരു ഫംഗ്ഷനൊന്നും ഞാൻ പിന്നെ പോവാതെ എൻ്റെ ഏജിലുള്ളവരൊക്കെ കൂട്ടുകാർ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വല്ലാത്തൊരു ഇൻട്രോവേർട്ടായി പോയി. പിന്നെ ബാങ്കിൽ ജോലി കിട്ടിയപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഇത്തിരി സംസാരിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഞാൻ സംസാരിച്ച് തുടങ്ങിയതാണ്. 2001 PSC കിട്ടി പോയപ്പോൾ എൻ്റെ നാട് കോപ്പടിയാണ്, പെരുമ്പാവൂർ കഴിഞ്ഞിട്ട് കോടനാട് മണവഴി. അപ്പം ഞാൻ നേരത്തെ വർക്ക് ചെയ്തായിരുന്നു പറഞ്ഞില്ലേ ബാങ്കിൽ. എനിക്ക് ശേഷം വന്ന ബാച്ചിൽ വന്നത് എൻ്റെ ചേർത്തിയും ഞാൻ. മനസ്സിലായോ? ഞാൻ PSC കിട്ടി അവിടെ നിന്ന് പോയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അവിടെ ഉണ്ടായിരുന്ന മാനേജർക്കും എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്. ബിക്കോസ് എന്താ പറയുക, എൻ്റെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയുന്നോണ്ടാണ്. അപ്പൊ അവരെന്റെ കാര്യം പറഞ്ഞു. അന്നേരം ചേട്ടത്തിയമ്മയുടെ അനിയന് കല്യാണം ആയിട്ടില്ല, പെണ്ണ കഴിച്ചെടുക്കാം. അപ്പൊ ഇങ്ങനെ PSC കിട്ടിയൊരു കുട്ടി പോയി എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ അച്ഛൻ അവിടെ നിന്ന്, അവരുടെ വീട് ആലുവ വരപ്പുറെടുത്ത, അവിടെ നിന്ന് തന്നെ കണ്ടുപിടിച്ച് കളമശ്ശേരി ഓഫീസിലാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തത്. അവിടെ വന്ന് എന്നെ കണ്ടു, എൻ്റെ വീട്ടിലെ അഡ്രസ്സ് മേടിച്ചു. വീട്ടിൽ വന്ന അച്ഛൻ എന്നെ കണ്ടു, എൻ്റെ അച്ഛനോട് സംസാരിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു ജോലി കിട്ടിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ, ഇപ്പൊ ഒന്നും പറ്റില്ല. അങ്ങനെ ആ അച്ഛൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറയില്ലേ, ഒരു 6 മാസത്തിനുള്ളിൽ കല്യാണം നടത്തി തരും. അങ്ങനെ 2001 തുടങ്ങി എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. ഷൈജിനോട് ഞാൻ പറഞ്ഞു അതാണ് എൻ്റെ ടേണിംഗ് പോയിന്റ്. ആണെങ്കിൽ ഒരു റീബർത്ത് എന്നൊക്കെ എനിക്ക് പറയാം. എന്താ പറയാ, നമുക്ക് ആരില്ല അങ്ങനെ ഒരു ഒറ്റപ്പെട്ട നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പരസ്പരം മൊബൈൽ ഫോൺ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അല്ലാതെ ഉൾവലിഞ്ഞ് കഴിഞ്ഞ് ഞാൻ അങ്ങനെ ജോലി കിട്ടി. ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്നേഹമുള്ള ഒരു ഭർത്താവിനെ കിട്ടി. അവരും പറഞ്ഞു എനിക്ക് വീട്ടിലൊന്നും കൊടുക്കാനില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ അത് പറഞ്ഞപ്പോഴും ഹസ്ബൻഡിൻ്റെ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ അത്ര എനിക്കിപ്പോഴും അച്ഛനില്ല ഇപ്പോൾ ഞങ്ങളുടെ കൂടെ, എന്നാലും ഞാൻ എപ്പോഴും ഓർക്കും എനിക്കൊരു ജീവിതം കിട്ടിയത് ആ അച്ഛൻ്റെ ഒരു ഇതാണ്. അച്ഛൻ പറഞ്ഞു നിങ്ങളൊന്നും തരണ്ടായി, കുട്ടീനെ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. അങ്ങനെ ആ സ്നേഹം എനിക്ക് ഇപ്പോഴും ഹസ്ബൻഡ് ആ കെയറിൽ തന്നെ ഇവിടെ കോളേജിൽ മുറ്റം വരെ കൊണ്ടാക്കിയിട്ടാണ് പോയത്. എപ്പോഴും ഞാൻ എപ്പോഴും വയ്യാണ്ടാവുന്ന ആൾ തന്നെയാണ്. എന്നാലും എന്നെ എന്താ പറയുക, ഷൈജി പറഞ്ഞ പോലെ നമുക്ക് വയ്യാണ്ട് കിടന്നെനിക്കാവുന്ന സാരില്ല, വീട്ടിലെ ജോലികളൊക്കെ എനിക്ക് ചെയ്തു തരും. അത് എന്താ പറയുക, മുജ്ജന്മ സുഹൃത്തായിരിക്കും. അത്രയും ചെയ്യാനുള്ളൊരു ഹസ്ബൻഡ്, അത്രയും ടേക്ക് കെയർ ചെയ്ത്. പോലീസിലാണെങ്കിൽ പോലും അത്രയ്ക്ക് തിരക്കുള്ള ജോലിയാണെങ്കിൽ പോലും എനിക്കൊരു വയ്യാന്ന് പറഞ്ഞ ആൾ വേണം. എൻ്റെ ഓഫീസിൽ വന്ന് ഞാൻ കരിയാട് വർക്ക് ചെയ്യുമ്പോൾ ഇയാണ്ടൊക്കെ ഇടയ്ക്ക് തലവേദനയൊക്കെ വന്നിട്ട് പണ്ടത്തെ സുഖമില്ല.
വയ്യാണ്ടാവുമ്പോൾ അവിടെ നിന്ന് കാറെടുത്തിട്ട് ഓഫീസിൽ വന്നിട്ട് എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പാവം വീണ്ടും പോകും. അത്രയും എന്താ പറയുക, എൻ്റെ ജീവിതം അങ്ങനെ 2001 ഒരു മാറി മറിഞ്ഞു. അങ്ങനെ എന്താ പറയും ആശ പറഞ്ഞ പോലെ സൗണ്ടൊക്കെ ചിലപ്പോൾ മാറിപ്പോകും. ഇപ്പൊ നിങ്ങളൊക്കെ ഇത്രയും പേരെ കാണാനും പറ്റി, ഭയങ്കര സന്തോഷം. മണി പറഞ്ഞാൽ ഇനി അടുത്ത മാസം ഗെറ്റ് ടുഗദർ പറഞ്ഞാലും താങ്ക് യു. ആശയുടെ കാര്യം ഞാൻ എല്ലായിടത്തും പ്രൗഡായിട്ട് മണി പറഞ്ഞപ്പോൾ അതാണ് എനിക്കും മനസ്സിൽ വന്നത്. എവിടെ പോയാലും ആശ എൻ്റെ ക്ലാസ്മേറ്റ്, ഓ അതെയോ, എല്ലാവരും. മിനിഞ്ഞാന്നാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഞാൻ ഈ സസ്പെൻസ് പറയുന്നത്. അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ്, എന്തായാലും പോകണം. ഞാൻ പണ്ട് പോവില്ലേ. ഇന്നലെ വൈകിട്ടാണ് ഞാൻ ഷോറൂമിൽ നിന്ന് വീട്ടിൽ വന്നത്. വേറെ ഒന്നും നോക്കിയിട്ടില്ല. ഇന്ന് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, സ്വപ്നം കണ്ടിട്ട് ഇന്നലെ പോകണ്ട. ഇന്ന് രാവിലെ പോരാ. അപ്പൊ ഹസ്ബൻഡ് ഞാൻ റെഡി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായാലും മുഖമൊന്നും തെളിയണില്ല. ഞാൻ ചോദിച്ചു, എന്ത് കുശുമുണ്ടോ? ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കാട്ടോ, നമ്മള് മാത്രല്ലേ ഉള്ളൂ. അതെന്റെ സത്യം എനിക്ക് അത്രയ്ക്ക് സന്തോഷം. പക്ഷെ എനിക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നും പാടുമല്ലോ. ഇപ്പൊ എന്നോട് ഉഷ പറയായിരുന്നു, എനിക്ക് അത്രയ്ക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അനി ഹിന്ദി പാട്ടൊക്കെ അവിടെ നിന്ന് പാടും. ഈ അനിതയൊക്കെ നിർബന്ധിച്ച് പാടിക്കുമ്പോൾ ഞാൻ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി പാടാറില്ല പാടുമെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അപ്പം ഇങ്ങനെ പോയി നിന്ന് നോക്കും അനി പാടുന്നത്. മീശയെ പറ്റി പറയും. ഹസ്ബൻഡിനോട് ഞാൻ അനിയെ പറയുമ്പോ അനിയോട് ഞാൻ പറയുന്ന അനിയന് ഓർമ്മയില്ല ആ കട്ട മീശയുള്ള ഹസ്ബൻഡിനോട് പറയുന്ന അനി പറഞ്ഞിട്ട് കോളേജിൽ പാടുമായിരുന്നപ്പം രജനി അത് കേട്ട് നിൽക്കുമായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടു. ഞാൻ രാത്രി കുറച്ച് വൈകിയേ കണ്ടു. അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചും മെസ്സേജ് ഇട്ടില്ല. അതുപോലെ ഹരിനെ എനിക്ക് ഓർമ്മയുണ്ട്. ഹരി നന്നായിട്ട് പാടുമായിരുന്നു. ഷിജു പാടി കേട്ടിട്ടില്ല. ഓസ്ട്രേലിയയിലുള്ള ഒരു ഷിജു ഉണ്ട്. അതെ ഒന്ന് ഓർത്തു നോക്കൂ. എനിക്ക് തന്നെ അത്രയ്ക്കും ഞാൻ ഉൾവലിഞ്ഞിരുന്ന ആളാണ്. എല്ലാവർക്കും എന്താ പറയാ, എനിക്ക് ഭയങ്കര സന്തോഷം, സ്നേഹം. താങ്ക് യു. ഒന്നാമത്തെ പ്രൊഫഷൻ അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ നമ്മളെ സാഹചര്യങ്ങളും മാറിയല്ലോ. അപ്പൊ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് കൂടെ ഉണ്ട്. അത് തന്നെയാണ്. ഓക്കെ, എല്ലാവർക്കും അപ്പൊ ഒരു നല്ലൊരു സമയം ഞാൻ എടുത്തു. ഓക്കെ, എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഏറ്റവും പേടിയുള്ള ഒരു ഇതാണ്. കാരണം ആദ്യമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയാം. പിന്നെ എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സിനാണ് പോയത്. കാര്യം PSC ടെസ്റ്റൊക്കെ എഴുതി ജോലിയൊന്നും നമുക്ക് കിട്ടിയില്ല. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചിട്ടിയുടെ ഓഫീസിലാണ് വർക്ക് ചെയ്തത്. അവിടെ ഒരു 17 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അത് നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ പെരുമ്പാവൂര് ഒരു ചിട്ടി ജംബോ ചിപ്സ് അറിയായിരിക്കും. പെരുമ്പാവൂരമ്പലത്തിലെ ബാബുച്ചേട്ടൻ ആ ഓഫീസിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്.
പിന്നെ 2 മക്കള്, ഒരാള് MBBS കഴിഞ്ഞു. അടുത്ത ആൾക്ക് നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു കൊച്ചിന്റെ ഗ്രാജുവേഷൻ. ഇനിയിപ്പോ അടുത്തത് നോക്കണം. പിന്നെ ഹസ്ബൻഡ് ഒരു പാക്കിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനി പോഞ്ഞാശ്ശേരി, അവിടെ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ രജനീനൊക്കെ എനിക്ക് അങ്ങോട്ട് ഇത്രയും സംസാരിക്കാനുള്ള ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ഈ 4 പേര് കൂട്ടായിട്ട് ഇങ്ങനെ ഒതുങ്ങി നിന്നിരുന്നവരാണ്. ഇതുപോലെ നമുക്ക് സംസാരിക്കാനായിട്ട് ഇത്ര തന്നെ പറയാൻ പറ്റിയത് എന്തോ ഒരു ഭാഗ്യം. ഇപ്പൊ എല്ലാവരും ഈ പറഞ്ഞ ഗ്രൂപ്പിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്കിവിടെ ഒത്തുകൂടാൻ ഭയങ്കര ഇടുക്കായിരുന്നു. ഇന്നിങ്ങനെ ആവട്ടെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പില് വരാനും ഇങ്ങനെ സംസാരിക്കാനും ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയാൻ. അതെ, തമാശയല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൈക്ക് പിടിക്കണത്. അപ്പൊ ആശംസകൾ എല്ലാവർക്കും കാണാൻ പറ്റിയാലും ഇനി ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും വന്നിരിക്കും. പിന്നെ ഓഫീസിലൊക്കെ ഞാൻ പറഞ്ഞാല് ആശാ അപ്പൊ എല്ലാവരും പറഞ്ഞേക്കുന്നത് ഒരു ഫോട്ടോ എടുക്കണം എന്തൊക്കെയാണ് പറഞ്ഞേക്കണേ. എടുത്തില്ല, എടുക്കാണ്ട് പോകാൻ പറ്റില്ല. പിന്നെ കുറച്ച് പേരൊന്നും എനിക്ക് കാരണം നമ്മൾ കാണാറില്ല. ഞാനിപ്പോ എല്ലാവരും പരിചയപ്പെട്ടു, വളരെ സന്തോഷം. പിന്നെ നമ്മള് കുറെ പേരൊക്കെ മാസമ്മ തുടങ്ങി ഇങ്ങനെ തന്നെയാണ്. ഒരു വട്ടം കൊടി ശങ്കരയുടെ ബികോം ബാച്ച് 91-94 ചങ്ങാതിക്കൂട്ടം എന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഭിനേത്രി നർത്തകിയുമായ ആശാ ശരത് മാം, അവരുടെ ഒപ്പം തന്നെ പഠിച്ച എൻ്റെ നമ്മുടെ ശങ്കര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശ്രീ ശങ്കര കോളേജിൻ്റെ പേരിൽ ശങ്കര കലാലയത്തിലേക്ക് ഞാൻ ഒന്നുകൂടി ഒരു വട്ടം കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് നമ്മുടെ ശങ്കര കോളേജിന് ഒരു രജിസ്റ്റേർഡ് അലുമിനി അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രദീപാണ്. ഞാൻ ജനറൽ സെക്രട്ടറിയാണ് ഡോക്ടർ അനുമോൾ KA, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാനിവിടെ 2003 ഈ കലാലയത്തിലേക്ക് എക്കണോമിക്സ് പഠിക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് എനിക്ക് മുമ്പേ പഠിച്ച 91-94 ബാച്ചിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ പഠിച്ചതിനേക്കാളും എത്രത്തോളം മനോഹരമായ വസന്തകാലത്തിലാണ് നിങ്ങൾ പഠിച്ചതെന്നുള്ളത് കേൾക്കാൻ കഴിയുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ തന്നെ PG ചെയ്തു, പിന്നെ റിസർച്ച് ചെയ്ത് 2013 എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ അധ്യാപകരുടെ കൂടെ ഞാൻ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഈ ഒരു നിങ്ങൾ ഇത്രയും പേരെങ്കിലും ഒത്തുകൂടാൻ കാണിച്ച ഈ ഒരു മനസ്സിനെ ഞാൻ വളരെയധികം വിലമതിക്കുന്നു. ഇനിയും അടുത്ത പ്രാവശ്യം ഇതിൽ കൂടുതൽ എണ്ണം ഈ ബാച്ചിൻ്റെ ഒരുപാട് പേരുള്ള ഒരു വലിയൊരു യൂണിയൻ ഉണ്ടാവണം. അതിനെ ഞാനും പങ്കെടുക്കും തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഈ ഒരു അവസരത്തിൽ നേരുന്നു. നന്ദി, നമസ്കാരം.